കണ്ടുകൂടാ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ. തറയെ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നുകൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. വിളിക്കൂടി. നീയൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ നിനക്കാവില്ലടാ. നിന്നെ സമാധിയിൽ നിന്ന് വെളിയിൽ വരാൻ അനുവദിക്കില്ലടാ. ഇല്ലടാ. ആദ്യമായി ഒരു ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഗ്രാൻഡ് ബാങ്ക് ആയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദയവായി സഹകരിക്കുക, സഹായിക്കുക. ഗ്രാൻഡ് ബാങ്ക് എന്നും ജനങ്ങൾക്കൊപ്പം. അതെന്റെ തലവിധി. 18 ആവാൻ കാത്തിരിക്കായിരുന്നു വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ. വരൻ ഡോക്ടറല്ലേ, ഇനി ഇതുപോലെ ഒരു അലയൻസ് കിട്ടൂല എന്ന് പറഞ്ഞാ കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നാട്ടുകാർക്ക് ഇരിപ്പുറയ്ക്കൂല, കുട്ടികളില്ലാന്ന്. ഇപ്പൊ എല്ലാരും ഹാപ്പി. നേരം കടന്നുപോയി, അവനെ കണ്ടില്ല. അച്ഛനും അമ്മയും ഉറങ്ങുന്നതും കാത്തിരിക്കുകയായിരിക്കും എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലർച്ചയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. എനിക്ക് മുമ്പേ വന്നവൻ എന്റെ തൊട്ടടുത്ത് ഒരു ചുമരിനപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രായപൂർത്തിയായ സ്വയം സമ്പാദിക്കുന്ന ഒരു പെണ്ണായ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇദ്ദേഹത്തോട് വേറൊരു ഇഷ്ടം തോന്നിയാൽ അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനിച്ചോളാം. 4 ചുമരിനുള്ളിൽ വെച്ച് തല്ലിയാൽ നിനക്ക് ഉളുപ്പുണ്ടാവില്ലെന്നറിയാം. അതാ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് തല്ലിയത്. എന്റെ വല്യേട്ടൻ ദേഷ്യം അടക്കിക്കൊണ്ട് അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. അച്ഛന് കൊടുത്ത വാക്കിനെ മാനിച്ച. ഇല്ലെങ്കിലേ നീ ഇങ്ങനെ ഞെളിഞ്ഞ് ജീവനോടെ നിൽക്കില്ലായിരുന്നു. എന്തിനാ ഈ പരീക്ഷയൊക്കെ? നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കാനല്ലേ? എനിക്കിവിടുന്ന് പോവാനേ തോന്നണില്ല. ഈ ക്ലാസ് റൂം, ക്യാമ്പസ്, കൂട്ടുകാർ, ഈ ദിവസങ്ങളൊന്നും അവസാനിക്കാതിരുന്നെങ്കിൽ. തന്നെ എന്റെ മേലെ തൊടാൻ നീ ആരാണ്? എന്റെ അച്ഛൻ കിടന്നു പോയപ്പോ എന്റെ അമ്മ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന കുടുംബക്കാരൻ. എന്നിട്ട് നിനക്ക് കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും 3 നേരം വെട്ടി വിഴുങ്ങാനും ആ അപ്പോട്ടിനെ ചോര നീരാക്കി പണിയെടുത്ത്. ഭഗവാനെ, ഇത് എന്താ ഈ കാണിക്കണേ? മഴ നനയാതെങ്കിലും ആശ്രയിക്കുട്ടി. മഴ വരാൻ കാത്തു നിൽക്കാ കുട്ടി. മുറ്റത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾ വരുന്നുണ്ടോ? ഏട്ടൻ എപ്പോഴാ വരികയെന്ന് ഒരു നിശ്ചയമില്ല. നീ മഴയത്ത് നിൽക്കണ കണ്ട വഴക്ക് മുഴുവൻ എനിക്കാവും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് വേണേലും പറഞ്ഞു. ഒരു കൊച്ചു താലി വാങ്ങണം. എന്നിട്ട് നീലാണ്ടനെ, ശേഖരനെ, നാട്ടുകാരൊക്കെ കാണേ എന്റെ കഴുത്തി കെട്ടണം. നേരായിട്ട് പറയണേ. കുട്ടനാണ് നേര്. ഇതെന്നെ കുളിയാടി. കൊറേ നേരമല്ലോ വെള്ളത്തിൽ കളിക്കുന്നേ. നിനക്കൊന്ന് സ്കൂളിൽ പോണ്ടേ? ഈ ഇരട്ട വരയിൽ എഴുതാനുള്ളതൊക്കെ എഴുതിയോ? ഞാൻ നീന്നും പറഞ്ഞ് നടന്നോ. പരീക്ഷ കഴിയുമ്പോ കിട്ടും. നീന്നും പറഞ്ഞ ഒരു ആന മുട്ട. അയ്യോ, മണി 9 ഡേ, കഴിക്കുന്ന വല്ലം വന്ന് കഴിച്ചോ. നിങ്ങൾ കൊണ്ടുപോകാൻ വന്ന ഈ ആത്മാവില്ലേ, ഇത് ഒരു ദൈവം എനിക്ക് അച്ചാരമായി തന്നതല്ല. ഒരു ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട കാര്യമില്ല. കടന്നു പോവാൻ. മേലാൽ എന്നെ ഇല്ലാതാക്കാൻ ഒരുമ്പെട്ടാൽ ഓർത്തോ, ഒരു ശവപ്പെട്ടി കൂടി പണിയേണ്ടി വരും. ജയകൃഷ്ണൻ എന്റെ ഫ്രണ്ടാ, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റാരും സഹായത്തിനില്ലാതെ വരുമ്പോ അയാൾ ഓടി വരുന്നത് എന്റെ അടുത്താ. അതുപോലെ ഒരു സഹായത്തിന് വേണ്ടി അയാൾ ഇപ്പോഴും വന്നത്. എക്സാക്ട്ലി. അർണാബ് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാ അറിയുന്നത്? എന്തിനെല്ലാവരും ഇങ്ങനെ നുണ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ സാർ എന്ന് പറയാതെ എന്റെ മുഖത്തേക്ക് സംസാരിക്കും മിസ്റ്റർ. എന്താ, അർണാബ് ഇവിടെ താമസിച്ചിട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നു റൂം നമ്പർ 15 താമസിച്ചിരുന്നു. ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ. താക്കോൽ എടുക്ക്. ഒരു ചെറിയ കോംപ്ലക്സ് ഉണ്ടല്ലേ എനിക്കോ? എന്തിന്? എസിയും ഫ്രിഡ്ജും കാറും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഞാൻ വല്ലാതെ വിഷമിച്ചാലോ എന്ന്. തന്റെ നാട്ടിലെ ഗുണ്ടായിസ് ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോയില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും. ഓർത്തോ? ഒരു തെറ്റിദ്ധാരണയുമല്ല, ശരിയായ ധാരണയുള്ളൂ എനിക്ക്. വർഷങ്ങളായി ഞാനും എന്റെ അച്ഛനും ആ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഈ ജന്മം എനിക്ക് ഇനി ഈ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇയാൾ എന്റെ ജ്യേഷ്ഠനോട് ചെയ്ത ക്രൂരത മറക്കാനും കഴിയില്ല. രാഷ്ട്രീയക്കാർക്ക് പിന്തുടരാൻ പ്രത്യേകിച്ചൊരു മൂല്യമോ വ്യവസ്ഥയോ ഇല്ലാത്ത ഈ രാജ്യത്ത് എവിടെ വെച്ചും എപ്പോഴും എന്തും സംഭവിക്കാം, അല്ലേ സർ?
ഈ രാജി കൊണ്ട് വിദഗ്ധമായി നിങ്ങൾ അടച്ചുവെച്ച നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ അധ്യായം എനിക്ക് തുറന്നില്ല. ഞാൻ ആരോ ആയിക്കോട്ടെ, എനിക്ക് ബോബി ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്, ഒത്തിരി 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 ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് താൻ തന്നെ കണ്ടുപിടിക്കും. എനിക്കൊരു കുഞ്ഞു മോൻ ജനിച്ചു. അവൻ പുറത്തുപോയി കുസൃതി കാട്ടി അതിവിടെ വന്ന് ഏറ്റുപറഞ്ഞിങ്ങനെ നിന്ന അമ്മയെ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ക്ഷമിക്കും, ക്ഷമിച്ചു. രമേശ് എന്ന കുഞ്ഞു മോനോട്. സാർ, എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സിലെ? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. ഹലോ, എക്സ്ക്യൂസ് മീ. ഒരു ഫോൺ മേടിക്കാനും അത് ചെകിട്ടിൽ വെച്ച് നടക്കാനും തന്നെ പോലെ ഏത് കൊശവനും പറ്റും. എനിക്കറിയാം നീ ആരാണെന്ന്. ആണാണെന്നും പറഞ്ഞ് മീശയും താടിയും വെച്ച് നടക്കുന്ന എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കാത്ത പ്രസാദേ, ഇത് തന്റെ നാട്ടും പുറമല്ല, എന്റെ പാലസാ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ആണുങ്ങളെ കൊണ്ട് ഞാൻ തല്ലിക്കും. ഇതെന്തൊരു കാലമാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രതിയെ കാണാൻ ബന്ധുവിനും ലീഗൽ പ്രാക്ടീഷണറിനും അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഇനിയും വായിച്ചിട്ടില്ലെങ്കിലേ അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അൻവറിനെ എന്നെ കാണിക്കണമെന്ന് മാത്രമല്ല, യു ഷുഡ് ഗിവ് ദ ഡീറ്റെയിൽസ് ഓഫ് FIR. എന്റെ ജന്മം നീ നശിപ്പിച്ചു. ഇനി എത്ര ജന്മം ജനിച്ചാലും ഇടം ചേരാനാകാതെ ഒരു ഭ്രാന്തനെ പോലെ നീ അലഞ്ഞു നടക്കും. എത്ര ദൂരം പോകണമെന്ന് ആർക്കറിയാം? മനോഹരമായ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമി മലയാളത്തില്. എന്നിട്ടും എഴുതാൻ കണ്ടുപിടിച്ചൊരു സ്ഥലം കൊള്ളാം. അല്ല, ഡയറക്ടർക്ക് എന്താ ഈ കാടിനോട് ഇത്ര ഒബ്സഷൻ? ഹീറോ ഈ കൈയൊന്നും എടുത്തേ. പിന്നെ അച്ഛനമ്മമാരായിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാ നമ്മുടെ കല്യാണക്കാര്യം. സാറ് തിരക്ക് പിടിക്കാതെ ആദ്യം പഠിപ്പൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നീട് അവർ ഒരു വില്ലേജ് പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയായി അല്ലേ? അയാൾ ചത്ത് കിടക്കുന്നത് നമ്മുടെ മുറിയുടെ പുറത്താണ്. അയാളെ നമ്മളെ ബന്ധപ്പെടുത്താൻ അത് തന്നെ ധാരാളം. പട്ടിണി കാരണമാണ് സാറേ ഭർത്താവ് മരിച്ച ശേഷം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. അതുകൊണ്ട് കുട്ടികളെയും കൊന്ന് ഞാനും ജീവനൊടുക്കാൻ ഇല്ലാതാകുമ്പോൾ നന്മയുണ്ടാകും. തിന്മയെ സംഹരിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഞാൻ അവതാരമല്ല, മറ്റേതൊരു യുവതിയും പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. എവിടാണ്ടാ ഹറാൻ പറയുന്ന കുരുത്തം കിട്ടവനെ? അനക്ക് എന്താണ്ടാ? വിളിച്ച ഫോൺ എടുത്തൂടെ? ഇന്നലല്ലടാ അനക്ക് ഞാൻ 200 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്തെന്ന്. അത് മുഴുവൻ കണ്ട പെൺകുട്ടികളെ വിളിച്ച് തീർത്തിട്ടുണ്ടാവൂല്ലേ? ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു മണ്ണാങ്കട്ടി മനസ്സിലാവാതെ കിടന്ന് കൂത്ത് കാണിക്കുന്നത് മാധവന. ഇതെന്റെ പെങ്ങളാ മാനസി. ഞങ്ങള് ട്വിൻസാ. ഇത് ഇവളുടെ ഭർത്താവ്. ഇവര് നമ്മുടെ കല്യാണം കൂടാൻ വന്നതാ. എന്നെയല്ല, ഇവരെയാ നിങ്ങൾ കണ്ടത്. നിങ്ങളിൽ നിന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. പള്ളിപ്പറമ്പിൽ സംഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്റെ സങ്കടം കേട്ടപ്പോ എനിക്ക് മൂർത്തി സാർ തന്നതാ സാറ്. എന്തിനു? ബാംഗ്ലൂർ ഇവന്റെ പണിസ്ഥലത്ത് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോ ആ പണി പോയി. പോലീസിന്റെ കൈ കിട്ടിയ ഇവനെ തല്ലിക്കൊല്ലൂന്ന് പേടിച്ചിട്ടാ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്.